നമസ്കാരം, എല്ലാവർക്കും എൻ്റെ രുചികളിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മുട്ട ബിരിയാണിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പം നോക്കിയാൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. പെട്ടെന്നൊരു ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോഴും എന്നാൽ ഒരുപാട് സമയം അതിനുവേണ്ടി കളയാനുള്ള മനസ്സില്ലാത്തപ്പോഴും ഒക്കെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ് എൻ്റെ ഈ തട്ടിക്കൂട്ട് മുട്ട ബിരിയാണി. ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1/2 സ്പൂൺ നെയ്യും 2 സ്പൂൺ എണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും 2 കഷ്ണം പട്ട, ഒരു നക്ഷത്രപ്പൂവ്, ഒരു 4-5 ഗ്രാമ്പു, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ശകലം ഒരു 1/2 സ്പൂണോളം കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ഏലക്ക ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു സവാള അരിഞ്ഞു വച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വിടാം. സവാള ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു പച്ചമുളക്, ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ ചതച്ചത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. ഞാനിവിടെ 1 കപ്പ് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. രണ്ട് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് 2 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. രണ്ട് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം. ആ മുട്ടയുടെ മേലെയെല്ലാം നമ്മളൊന്ന് ചെറുതായിട്ട് വരയുവോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ച് ഒന്ന് കുത്തുവോ ചെയ്തേക്കണം. അപ്പോഴേ ആ മസാല ഉള്ളിലേക്ക് കയറത്തുള്ളൂ. ആ മസാല കൊണ്ട് മുട്ടയൊന്ന് കവർ ചെയ്ത് വെക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം 2.25 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ 1 കപ്പ് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അതിന് 2.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. സാധാരണ 1 കപ്പ് ബസ്മതി റൈസിന് 2 കപ്പ് വെള്ളം മതി. പക്ഷേ ഇച്ചിരി ഒന്ന് കുഴഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് 2.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സവാള വഴറ്റുമ്പോൾ മാത്രമാണ് നമ്മൾ ഉപ്പ് ചേർത്തത്, പിന്നെ ഉപ്പ് ചേർത്തിട്ടില്ല. ഈ വെള്ളം ഒഴിച്ച് തിള വന്ന് കഴിയുമ്പം ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ഒരു ഇച്ചിരി മുന്നിട്ട് നിൽക്കണം, ചോറിനകത്തും കൂടെ പിടിക്കണമല്ലോ. ഒരു 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഇല്ലെങ്കിൽ പാക്കറ്റിൽ കിട്ടുന്ന ചിക്കൻ മസാലപ്പൊടി ചേർത്താലും മതി. ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊരു തിള വരുമ്പം നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ നെയ്യ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അതിനുശേഷം ഇത് അടച്ചു വെച്ച് വെള്ളം വറ്റുന്നത് വരെയും അരി വേവുന്ന വരെയും വേവിച്ചെടുക്കാം. ഞാൻ 2.25 കപ്പ് വെള്ളം ചേർത്തത് ഞാൻ രാവിലെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്ക് ഒത്തിരി അങ്ങ് തരിതരിപ്പായിട്ടിരിക്കേണ്ട ഒരു ശകലം ഒരു മയം ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചാണ് 2.25 കപ്പ് വെള്ളം ചേർത്തത്. അപ്പോൾ വെള്ളമെല്ലാം പറ്റി നന്നായിട്ട് ചൂടൊക്കെ ആറി കഴിയുമ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം.